അങ്ങനെ ഇതേ നമ്മുടെ പയറിലെ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ഞാൻ മുകളിലെ ടെറസിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. താഴെ ഒച്ചശല്യം മൂലം ഒരെണ്ണം പോലും നന്നായി വന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഇതേ 4 ചോടുണ്ട് എന്ന് പറയാം. അതിൽ ഈ 2 വെച്ചാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്തും തയ്യൊക്കെയാണ്. ഞാനിങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഉണ്ടായപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. മൂത്തെന്നല്ല, കുറച്ചൊക്കെ നല്ലതുപോലെ മൂത്ത് പോയിട്ടുണ്ട്. ഇതിങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് അവിടെ ഇരുന്ന് പോയതാണ്. അപ്പോൾ ഇതേ നല്ല നീളമില്ല, നല്ല പയറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയും കൂടി നോക്കി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിളവെടുക്കാൻ ഇങ്ങ് കയറിയപ്പോൾ തന്നെ കൂടെ ഇതേ മോളും കൂടെ വന്നിട്ടുണ്ടേ. അപ്പം അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് ഇതെങ്ങനെയാണ് പറിച്ചെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പം കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കിതുപോലെ നമ്മൾ നട്ട് നനച്ച് അതിൽ നിന്ന് ഒരു കായോ പൂവോ വരുന്നതും അത് നമ്മൾ പറിച്ചെടുക്കുന്നതും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നമ്മൾ മാത്രം അനുഭവിച്ചറിഞ്ഞാൽ പോരല്ലോ. അപ്പോൾ അവരും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. നല്ല നീളമില്ല ഈ ഒരു ടൈപ്പ് പയറാണേ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ തറയിലൊക്കെ മുട്ടിയിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറും ജൈവവളം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്ര ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. എന്തായാലും മുകളിൽ നല്ല വെയിലാണല്ലോ, അതുപോലെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണല്ലോ, മഴയും വെയിലും മാറി മാറി വരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, അതുപോലെ അവൾക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ കൃഷിയിൽ വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് തരുന്ന ഹാപ്പിനെസ് പറയാതിരിക്കാൻ വയ്യ.